നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജ്വല്ലറിയുടെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കൽ, ഇതായിരുന്നു അൽ മുക്താദിർ ജ്വല്ലറിയിൽ നടന്നത് എന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഈ ജ്വല്ലറിക്ക് പൂർണ്ണമായും ഷട്ടർ ഇടിക്കാനാണ് കേന്ദ്രം തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. 380 കോടിയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം നടത്തിയ റെയ്ഡിലാണ് അടിമുടി തട്ടിപ്പാണ് ജ്വല്ലറിയിൽ നടന്നിരിക്കുന്നത് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കലും മണി ചെയിൻ മാതൃകയിൽ പണം ശേഖരിക്കലും അടക്കം വലിയ രീതിയിലുള്ള തട്ടിപ്പ് ഈ ജ്വല്ലറിയുടെ മറവിൽ നടന്നിട്ടുണ്ട് എന്ന് ഇൻകം ടാക്സ് പരിശോധനയിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കലിന് മറയാക്കി സ്ഥാപനം പ്രവർത്തിച്ചു എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. 50 കോടി രൂപ വിദേശത്തേക്ക് കടത്തിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. മണി ചെയിൻ മാതൃകയിലാണ് കോടികൾ സ്ഥാപനം കൈപ്പറ്റിയത്. പഴയ സ്വർണം വാങ്ങുന്നതിന്റെ പേരിലും വലിയ തട്ടിപ്പാണ് ജ്വല്ലറി നടത്തിയിരിക്കുന്നത്. 3 ലക്ഷത്തിന്റെ സ്വർണം വാങ്ങിയാൽ 30 ലക്ഷം എന്ന് കണക്കുണ്ടാക്കി കള്ളപ്പണം വെളുപ്പിക്കലാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇതിന് മുംബൈയിലുള്ള സ്ഥാപനത്തിന്റെ സഹായവും ജ്വല്ലറിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഇൻകം ടാക്സ് കണ്ടെത്തിയിട്ടുണ്ട്. 50 കോടിയോളം രൂപ വിദേശത്തേക്ക് കടത്തിയെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് എന്ന് ഇൻകം ടാക്സ് വ്യക്തമാക്കുന്നു. ദുബായിലേക്കാണ് ഈ പണം കടത്തിയിരിക്കുന്നത്. രാജ്യത്തിന് നികുതിയായി ലഭിക്കേണ്ട പണമാണ് ഇവർ തട്ടിയെടുത്തിരിക്കുന്നത്. സ്ഥാപനത്തിന്റെ തലവൻ വ്യക്തിപരമായ ആവശ്യത്തിന് പണം കടത്തിയെന്നും ഇൻകം ടാക്സ് പരിശോധനയിൽ കണ്ടെത്തി. സംസ്ഥാന വ്യാപകമായി 30 ജ്വല്ലറികളിലാണ് ഇൻകം ടാക്സ് പരിശോധന നടത്തിയത്. ജ്വല്ലറികളിൽ നിന്നും പിടിച്ചെടുത്ത രേഖകൾ കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കുന്നുണ്ട്. സ്വർണം സൂക്ഷിച്ചതിനടക്കം പലതിനും കണക്കില്ല എന്നാണ് ഇൻകം ടാക്സ് തിരുവനന്തപുരം യൂണിറ്റിന്റെ കണ്ടെത്തൽ. അൽ മുക്താദിറിൽ നടക്കുന്ന തട്ടിപ്പുകൾ സംബന്ധിച്ച റിപ്പോർട്ടുകൾ നേരത്തെ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് അതിവേഗം വളർന്ന ജ്വല്ലറിയാണ് അൽ മുക്താദിർ. ഇതിന് പിന്നിലെ ഒരു മാജിക് എന്താണ് എന്നുള്ള ഒരു ചോദ്യം ഉയർന്നിരുന്നു. എന്തു തരം ഫോർമുലയാണ് ഇവർ ഇത്ര പെട്ടെന്ന് വളർച്ചയിലേക്ക് എത്താൻ പ്രയോഗിച്ചത് എന്നുള്ള ഒരുപാട് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. 0% പണിക്കൂലി എന്ന വാഗ്ദാനവും മാധ്യമങ്ങളിൽ വലിയ പരസ്യം നൽകിയാണ് ഈ ജ്വല്ലറി കേരളത്തിൽ വിപണി പിടിക്കുന്നത്. വലിയ തോതിൽ പണം നിക്ഷേപമായി സ്വീകരിച്ചുകൊണ്ടാണ് ജ്വല്ലറിയുടെ പ്രവർത്തനം. ഇതിനോടകം തന്നെ പല വിധത്തിലുള്ള ആരോപണങ്ങൾ ഈ ജ്വല്ലറി ഗ്രൂപ്പിനെതിരെ ഇവരുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. ഇത്തരം ആരോപണങ്ങൾ പരാതികളായി പുറത്തു വരുന്ന സാഹചര്യമാണുള്ളത്. ഇതിനിടെ അൽ മുക്താദിറിന്റെ കേരളത്തിലെ ശാഖകളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് തുടരുകയാണ്. 2 ദിവസമായി അൽ മുക്താദിറിന്റെ ജ്വല്ലറികളിൽ സംസ്ഥാന വ്യാപകമായി ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയതിൽ നിന്നാണ് വലിയ തട്ടിപ്പിന്റെ രഹസ്യങ്ങൾ ചുരുളഴിയുന്നത്. ജ്വല്ലറിയുടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട പരാതികൾ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷനും ഉയർത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അൽ മുക്താദിറിൽ പരിശോധന ശക്തമാക്കിയത്. ജ്വല്ലറിയിൽ മുൻകൂർ പണം സ്വീകരിച്ചുള്ള സ്വർണ്ണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട പരാതിയുടെ പശ്ചാത്തലത്തിലാണ് പരിശോധന നടന്നത്. മുൻകൂർ പണം വാങ്ങിയ ശേഷം സ്വർണം നൽകിയില്ലെന്ന ആക്ഷേപമാണ് ഉയർന്നത്. ഈ പശ്ചാത്തലത്തിൽ സ്ഥാപനത്തിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ പ്രാഥമിക പരിശോധനയാണ് നടന്നത്. മുൻകൂർ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന മാർഗം ജ്വല്ലറിയുടെ ഓരോ ശാഖകളിലും നടക്കുന്നുണ്ട്. ഇങ്ങനെ വൻതോതിൽ പലരിൽ നിന്നുമായി പണം വാങ്ങിയിട്ടുണ്ട്. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ആദായ നികുതി വകുപ്പിന്റെ പിടി വീണതും. അടുത്തിടെ അൽ മുക്താദിർ സാമ്പത്തികമായി പ്രതിസന്ധിയിലാണെന്ന ആരോപണവുമായി ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് എസ് അബ്ദുൽ നാസർ രംഗത്ത് വന്നിരുന്നു. പരിശുദ്ധ നാമങ്ങൾ ദുരുപയോഗം ചെയ്ത് കേരളത്തിലെ സ്വർണ്ണാഭരണ മേഖലയിലേക്ക് ഹലാൽ പലിശ തട്ടിപ്പുമായാണ് ജ്വല്ലറി എത്തിയതെന്ന് അബ്ദുൽ നാസർ ഉയർത്തിയ ആരോപണം. പത്രങ്ങളിലെ പരസ്യം കണ്ട് നിരവധി ഉപഭോക്താക്കൾ വിവാഹ ആവശ്യത്തിന് സ്വർണം വാങ്ങുന്നതിന് ഇവരുടെ ഷോറൂമുകളിൽ എത്തുന്നവരിൽ നിന്നും വൻതുക ഡെപ്പോസിറ്റായി സ്വീകരിച്ചിരുന്നു. 3-6 മാസവും 1 വർഷവും കഴിഞ്ഞ് സ്വർണം നൽകാമെന്ന ഉറപ്പിന്മേലാണ് ഇങ്ങനെ ഡെപ്പോസിറ്റുകൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ സ്വർണം എടുക്കാൻ വരുന്നവർക്ക് സ്വർണം നൽകുന്നില്ല. അടുത്ത കാലത്തായി ഐക്യരാഷ്ട്രസഭയുടെ ആഗോള സമാധാന സമിതിയുടെ എക്സലൻസ് അവാർഡ് അൽ മുക്താദിർ ഗ്രൂപ്പ് സ്ഥാപക ചെയർമാനും സിഇഒയുമായ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാമിന് ലഭിച്ചു എന്ന വിധത്തിൽ വലിയ പ്രചാരണം ഈ ജ്വല്ലറി ഗ്രൂപ്പ് നടത്തിയിരുന്നു. ഇത് തട്ടിപ്പാണെന്ന് പിന്നാലെ വ്യക്തമാകുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.